ഒരുപാട് സൈബർ ആക്രമണം എന്ന് വെച്ചാൽ ഒരുപാട് ഒത്തിരി. ഞാനും എൻ്റെ മോനുമാണ്. നാളെ ഒരു കാലത്ത് അവനും ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടതാണ്. അവൻ്റെ അച്ഛൻ ഇങ്ങനെ മോശക്കാരനാണെന്ന് ഇവര് ഇങ്ങനെ വരുത്തി തീർക്കാൻ നോക്കുമ്പോഴേ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഈ കേസിന് ഞാൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നത്. എനിക്ക് പല ഭീഷണികളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എനിക്ക് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിൽ ഏറ്റവും ഇപ്പോൾ വിജയം നേടിയിരിക്കുന്നത് BJPയും UDFുമാണ്. CPM വലിയൊരു തോൽവിയാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. CPM ചെയ്തു കൂട്ടിയ കൊള്ളരുതായ്മകൾക്കുള്ള തിരിച്ചടി തന്നെയാണ് കിട്ടിയത്. ആ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും സംസാരിക്കേണ്ടത് ശ്രീ KSRTC ഡ്രൈവറായിരുന്ന ശ്രീ യദുവിന്റെ കാര്യം തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം സംസാരിക്കാൻ ചേരുന്നത് യദുവാണ്. നമസ്കാരം ശ്രീ യദു. എന്ത് തോന്നുന്നു ഈ ഒരു CPMന്റെ ഈ പരാജയത്തെ എങ്ങനെ കാണുന്നു? ഏറ്റവും കൂടുതൽ CPMന്റെ അല്ലെങ്കിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ കാര്യം തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് യദു ആയിരിക്കും ഈ ഒരു 2 വർഷത്തിന്റെ ഇടയിൽ, അല്ലെ? എന്ത് തോന്നുന്നു ഈ ഒരു പരാജയം? എന്തായാലും ആദ്യം നമസ്കാരം. അത് കഴിഞ്ഞ് ഈ ചോദ്യത്തിന് ഉത്തരവെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം ഇതില് ഇവര് കാണിച്ചത് അങ്ങനെയാണെന്നുള്ള ജനങ്ങളെല്ലാം കണ്ടതാണ്. ഈ ചാനലിലൂടെ മീഡിയാസിലൂടെ ഒത്തിരി എന്നെ ഷൗട്ട് ചെയ്യുന്നത്, എൻ്റെ വണ്ടിയുടെ ഡോർ പിടിച്ച് തള്ളി തുറക്കുന്നതും എൻ്റെ അടുത്ത് ഇറങ്ങാൻ ആജ്ഞാപിക്കുന്നത് ഒരു രാജഭരണത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് എനിക്കുണ്ടായത്. അന്ന് ജനങ്ങൾക്കും മനസ്സിലായി കാണും ഏകദേശം. എന്നുവെച്ചാൽ പാവപ്പെട്ടവനും പദവിയുള്ളവനും വലിയവനും ചെറിയവനും തമ്മിലുള്ള അന്തരവും പോലെയാണ് ഇവര് കാണിച്ചത് മൊത്തം. ജനങ്ങളെ ഓരോ വോട്ട് കൊണ്ട് എന്നെ പോലെ പാവങ്ങളുടെയും എല്ലാ ജനവിഭാഗത്തിന്റെയും വോട്ടുകൾ കൊണ്ടാണ് ജയിച്ചതെന്നുള്ള ഒരു ബോധമില്ലാതെ പുള്ളി ധാർഷ്ട്യവും ഞാൻ മേയറാണ്, ഞാൻ ആജീവനാന്തകാലം മേയറാണെന്നുള്ള രീതിയിലാണ് പ്രവർത്തിച്ചത്. അതിന്റെ തിരിച്ചടിയും ജനങ്ങൾ കൊടുത്തതാണ്. അതിൽ കുറെയൊക്കെ എനിക്ക് സംതൃപ്തി ഉണ്ട്. എന്ന് വെച്ചാൽ ദൈവത്തിൽ ഞാൻ വിളിച്ച ദൈവത്തിൽ സത്യമുണ്ട്. ദൈവം എന്നായാലും സത്യം എന്നായാലും പുറത്തു വരുമെന്ന് പറഞ്ഞ പോലെ എൻ്റെ കേസിൽ വിധി വരുമ്പോഴാണ് എനിക്ക് പൂർണ്ണമായിട്ട് അത് സക്സസ് ആവുള്ളൂ. അല്ലാതെ ഈ ഇലക്ഷനിൽ ബാക്കിയുള്ളവർക്ക് എന്തായാലും ബാക്കി UDF ആയാലും BJP ആയാലും അവർക്ക് ഒരു പങ്ക് എന്നിൽ നിന്ന് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബാക്കി ജനങ്ങൾക്കും ബുദ്ധിയുള്ള ജനങ്ങളല്ലേ, ജനങ്ങൾ എത്രയെന്ന് പറഞ്ഞ് സഹിക്കുന്നേ. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഇലക്ഷനിൽ ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് എൻ്റെ ഒരു ഇതാണ്, കോൺസെപ്റ്റാണ്. ഈ 1.5 വർഷത്തിനുള്ളിൽ ഇപ്പൊ മേയർ ആയിരിക്കുന്ന ആ ഒരു സമയത്ത്, ആ കാലയളവിൽ യദുവിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും നടന്നിട്ടുണ്ടായിരുന്നു, അല്ലെ? പിന്നെ ഇഷ്ടം പോലെ എന്നത് ഒത്തിരി. അങ്ങനെ നിങ്ങളുടെ ഇപ്പൊ ഓരോരുത്തർ കമന്റ് ഇട്ടിട്ടുണ്ട്, ഇവൻ എന്താ റാങ്കിങ് കാണിക്കുന്നവനാണ്, ഇവനെ സപ്പോർട്ട് ചെയ്യാൻ നാണമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ആൾക്കാർ, പിന്നെ പെണ്ണ് പിടിയണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെ അതെല്ലാം പാർട്ടിക്കാരാണ്. നോക്കിയിട്ട് പാർട്ടി അതിൽ നോക്കുമ്പോൾ കൊടിയാണ് കാണുന്നത്. അപ്പൊ അവരാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ പറയുന്നത് വെച്ചാൽ നിങ്ങളെ ഹീറോ ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്ന്, അങ്ങനെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കത് തോന്നി. ഈ ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്കത് മനസ്സിലായി, ഹീറോ ജനങ്ങളാണെന്നുള്ളത് ഇവർക്ക് ഇനി മനസ്സിലാക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഒരുപാട് സൈബർ ആക്രമണം എന്ന് വെച്ചാൽ ഒരുപാട് ഒത്തിരി. ഞാനും എൻ്റെ മോനുമാണ്. നാളെ ഒരു കാലത്ത് അവനും ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടതാണ്. അവൻ്റെ അച്ഛൻ ഇങ്ങനെ മോശക്കാരനാണെന്ന് ഇവര് ഇങ്ങനെ വരുത്തി തീർക്കാൻ നോക്കുമ്പോഴേ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഈ കേസിന് ഞാൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നത്. എനിക്ക് പല ഭീഷണികളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എനിക്ക് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ഓടിക്കൊണ്ടിരുന്നത് പോലും ഇപ്പം വിളിക്കാറില്ല. ജോലി ഇല്ലാത്ത അവസ്ഥയാണ്. അവന് എൻ്റെ ഫീസ് അടയ്ക്കാനുള്ളത് പോലും ഞാൻ അടയ്ക്കാനുള്ള ഡേറ്റ് കഴിഞ്ഞിട്ടൊന്നും അടയ്ക്കാനില്ല. വണ്ടി ഓട്ടം ഇല്ല. അച്ഛന് വയ്യ, കണ്ണ് ഓപ്പറേഷൻ ആയിരുന്നു. അമ്മയ്ക്ക് ഈ കാലിന്റെ ഒരു സൈഡില് വെരിക്കോസ് വെയിനൊക്കെ ആയിട്ടുണ്ട്. അമ്മയ്ക്ക് ആണെങ്കിൽ ഒട്ടും വയ്യ. അമ്മയുടെ കാലിന്റെ ഒരു ഞരമ്പ് മൊത്തം അത് പ്രവർത്തനരഹിതമായി ഇരിക്കണം എന്നാണ് ഡോക്ടറെ ഓർത്തോയിൽ കാണിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടിന്റെ ഇടയിലാണ്. പിന്നെ ഇവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് സന്തോഷവും ഇല്ല, സങ്കടവും ഇല്ല. അവരെ പ്രവൃത്തി ദൂഷ്യം കൊണ്ട് അവർക്കുണ്ടായി. ഈ ഒരു ഓരോ കേസിലല്ലേ ഇവർ കാണിക്കുന്നതൊക്കെ ഐസ് കട്ടയ്ക്ക് പെയിന്റ് അടിക്കുന്ന പരിപാടിയാണ് ഇവർ കാണിക്കുന്നത്. എന്നുവെച്ചാൽ വെളുപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
അവർ ചെയ്യുന്ന ഒന്നും തെറ്റില്ല, ബാക്കിയുള്ളവർ ചെയ്യുന്ന മാത്രമേ തെറ്റുള്ളൂ. രണ്ട് കീശയിലും മൊത്തവും പെണ്ണുപിടിയന്മാരും കാര്യങ്ങളും ഉണ്ടായിട്ട് ഞാൻ മാത്രമേ പെണ്ണ് പിടിക്കണുള്ളൂ എന്നുള്ള രീതിയിൽ അതൊക്കെ അവരങ്ങനെ വരുത്തി തീർക്കുക. ഉള്ള സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ പോലും എനിക്ക് സപ്പോർട്ടായിരുന്ന ആൾക്കാരെ പോലും തെറ്റിദ്ധരിപ്പിക്കുക. അപ്പൊ ഞാൻ ഇപ്പോഴും മ്യൂച്വലായി നമ്മളെ മ്യൂച്വൽ ഡിവോഴ്സായി ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഇപ്പോഴും വേറൊരു കൂടെ ജീവിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ ഇവർ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടുകാർ കല്യാണം നോക്കുന്നുണ്ട്, പക്ഷേ ഇവരെ ഈ പ്രചരണം ഇങ്ങനെയല്ലേ, ഇവ ഭയങ്കര ഞരമ്പ് രോഗിയാണ്, പെണ്ണ് പിടുത്തക്കാരനാണ്. എന്നെ അറിയാന്നുള്ള നിങ്ങൾക്കൊക്കെ ഇപ്പൊ തന്നെ 1.5 വർഷം കൊണ്ട് നിങ്ങൾ എല്ലാവർക്കും അറിയാം. ലേഡീസിനായാലും നിങ്ങളുടെ ചാനലിലുള്ള ഓരോ ആൾക്കാർക്കും എൻ്റെ സ്വഭാവം അറിയാം. നല്ല രീതിയിൽ അവരെ എൻ്റെ അടുത്ത് ഇടപെടുന്നുണ്ട്, ഞാൻ ഇടപെടും. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലായിട്ട് മോശമായിട്ട് തോന്നിയിട്ടുണ്ടോ ഇല്ലേ നമ്മൾ ചിന്തിച്ചാൽ മതി. പല വാർത്താക്കാരോ റിപ്പോർട്ടർ ചാനലുകാരൊക്കെ ആണെങ്കിൽ അന്ന് പറഞ്ഞ വാർത്ത എനിക്ക് ഇപ്പോഴും ചെവിയിൽ കേൾക്കാം. എന്തോ എടുത്ത് കളഞ്ഞു, കൂട് പോലത്തെ എന്തോ സാധനം എടുത്ത് കളഞ്ഞു. അതൊന്നാമത്തെ. അത് കഴിഞ്ഞ് സ്ത്രീ വിഷയത്തിൽ 2017 ഒരു സ്ത്രീ വിഷയത്തിലുണ്ടായിരുന്നു. അത് കേസ് നടക്കുന്നു. അത് ഔട്ട് ഓഫ് കോർട്ടിൽ സെറ്റിലായി. അത് ഈ പയ്യനാണോ എന്ന് സംശയത്തിന്റെ പുറത്താണ് കേസ് കൊടുത്തതെന്ന് പറഞ്ഞ് അത് ആ കൊടുത്ത ആൾക്കാർക്കും പരാതിയില്ല, എനിക്കും പരാതിയില്ല. ഈ പാർട്ടിയിലെ കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് വെറുപ്പുള്ള കുറെ ആൾക്കാർ അവരിങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. പക്ഷെ അതിന് ഞാൻ ഈ കേസ് കഴിഞ്ഞിട്ട് മാനനഷ്ടത്തിനും കൂടെ കേസ് കൊടുക്കും. തീർച്ചയായിട്ടും. അപ്പോ ഇപ്പോ മാനമുണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും ഇനിയൊരു വിധി യദുവിന് അനുകൂലമായിട്ടൊരു വിധി ഉണ്ടാകുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? കാരണം അധികാരം പോയി അല്ലെ? അധികാരം പോയ ഒരു സാഹചര്യത്തിൽ ഇനി മുന്നിൽ വന്നല്ലേ കഴിയൂ. അല്ല, ഇനിയിപ്പോ കോടതി വന്നേ പറ്റുള്ളൂ. കോടതി വിളിപ്പിച്ചു കഴിഞ്ഞാൽ വന്നേ പറ്റുള്ളൂ. അവിടെ വന്ന് ഇവര് ആംഗ്യം ഒന്നല്ലേ പറയുന്നത്, ഏത് ആംഗ്യമാണ് എങ്ങനെയാണ് കാണിച്ചതെന്നൊക്കെ ഉള്ളത് വന്ന് കാണിക്കേണ്ടി വരും. പിന്നെ അത് തെളിയിക്കേണ്ടി വരും. അങ്ങനെ ആവുമ്പോൾ സ്ത്രീ എന്നോ പുരുഷനെന്നോ വന്ന വിവേചനം കോടതിക്കകത്ത് കാണൂല. മേയർ എന്നുള്ള പ്രിവിലേജും കാണൂല. കോടതി വരുമ്പോൾ സാധാരണ എന്നെ പോലെ ഒരാൾ. അതാണ് മേയർക്ക് ഉണ്ടാവാണ്ടിരുന്നത്. അതെ, പാർട്ടി സപ്പോർട്ട് ചെയ്യുമായിരിക്കും, പക്ഷെ കോടതി തന്നെ ഒന്നും സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഞാൻ പല നേതാക്കളും കോടതിയിൽ വെച്ച് കാണുന്നുണ്ട്. അവരൊക്കെ വന്നെന്ന് സാധാരണപ്പെട്ട ജനങ്ങളെ പോലെ വന്നെന്ന് മണിമണിയായിട്ട് ഉത്തരം പറഞ്ഞിട്ട് പോകേണ്ടി വരും. അപ്പൊ അതിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് കോടതിയുടെ അടുത്ത് തന്നെ നേരിട്ട് നമ്മൾ കേസ് കൊടുക്കുകയും ഇതിന്റെ നമുക്ക് തൃപ്തികരമല്ലെന്ന് പറയുകയും പോലീസുകാർ ഇവരെ കൂടെ നിൽക്കുള്ളൂ. ഭരണപക്ഷം ഏതാണോ അവരെ കൂടെ പോലീസുകാർ നിൽക്കുള്ളൂ. അത് സ്വാഭാവികമായിട്ട് എല്ലാ ജനങ്ങൾക്കും അറിയാന്നുള്ള കാര്യമാണ്. അപ്പൊ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള കുറെ ആൾക്കാർ ഇതിനെ ന്യായീകരിക്കുകയും അവർ ചെയ്ത് ശരിയെന്നുള്ള ലെവലിൽ തെറ്റെന്ന് പറഞ്ഞ് അന്ന് അഡ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. തെറ്റ് ചെയ്ത ആൾക്കാർക്ക് നടപടി എടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അല്ല, പരാതി കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള തീവ്രത കുറഞ്ഞതും തീവ്രത കൂടിയൊക്കെ കേട്ടപ്പോ പിന്നെ കൊടുത്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അതെ, അവിടെയും ന്യായം കിട്ടില്ലെന്ന് ഉറപ്പായല്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായോണ്ടാണ് കൊടുത്തിട്ട് കാര്യമില്ലെന്നാണ്. ഇവരെല്ലാരും കൂടെ ഒത്തുകളിയാണ്. ഈ കേസ് വന്നപ്പോഴേ ഇവര് നല്ല രീതിയിൽ ഒത്തുകളിയാണ്. അത് പറയാൻ പറ്റാത്ത രീതിയിലൊക്കെ ഒത്തുകളി ഉണ്ട്. അത് എനിക്ക് മനസ്സിലായതാണ്. സാമാന്യബോധം വെച്ച് എനിക്ക് മനസ്സിലായതാണ്. അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത്. ഇപ്പോൾ എന്തായാലും ഇനി ഇവിടെ അവർക്ക് സ്ഥാനമില്ല എന്ന് ഉറപ്പായി. ജനങ്ങൾ വിധി എഴുതി. ഇപ്പൊ യദു മാത്രമല്ല അനുഭവിച്ചത്, യദുവിനെ പോലെ നിരവധി പേർ അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെയും കൂടി ഒരു റിസൾട്ട് ആണ്. സാധാരണപ്പെട്ട ജനങ്ങളാണ് മൊത്തം അനുഭവിച്ചത്. മൊത്തം ഒരു സെക്യൂരിറ്റിക്കാരന്റെ കഥയും ഇതുപോലെ ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലേ? സെക്യൂരിറ്റിക്കാരനെ ഇവിടെ വാൻഡ്രോസ് ജംഗ്ഷനിലാണെന്ന് തോന്നുന്നു, ബേക്കറി ജംഗ്ഷന്റെ അവിടെ ആ ഭാഗത്ത് അവിടെ ഒരു ഹോട്ടലിൽ ജോലിക്ക് നിന്നതാണ്, സെക്യൂരിറ്റി പണിക്ക് നിന്നതാണ്. അപ്പോൾ മാഡത്തിന്റെ കാറ് വന്നപ്പോ ഒതുക്കിയിടാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ആരെന്ന് അറിയാമോ, പ്രോട്ടോകോൾ അറിയാമോ എന്നൊക്കെ ഈ സെക്യൂരിറ്റിക്കാരന് എന്തിനാണ് പ്രോട്ടോകോൾ അറിയാന്നുള്ളത്? സെക്യൂരിറ്റിക്കാരൻ അറിയണമെന്ന് ആരും പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും? ഒരു സാധാരണപ്പെട്ടവൻ പ്രോട്ടോകോൾ എല്ലാം അറിയണം. മേയർ വന്നു കഴിഞ്ഞാൽ വണ്ടി ഇടിഞ്ഞ് താഴോട്ട് ടാങ്ക് പൊളന്ന് താഴോട്ട് പോകണ്ടെന്ന് വിചാരിച്ചാണ് സെക്യൂരിറ്റിക്കാരൻ സ്വാഭാവികമായിട്ട് പറഞ്ഞത്. അപ്പൊ അതിനെ അനുസരിച്ച്
അതേപോലെ തന്നെയാണ് നമ്മളെ ഒരു ഡ്രൈവർ എന്നുള്ള ഒരു പരിഗണന പോലും ഇല്ലാതെ മറ്റാളെ അച്ഛന്റെ പ്രായം ഉണ്ടായിട്ട് പോലും അയാളെ ഡോ എന്നൊക്കെ വിളിച്ചാണ് സംസാരിച്ചത്. അങ്ങനെ രണ്ടാമത്തെ ദിവസം അങ്ങേരെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യും. ഹോട്ടലുകാർക്ക് എതിരെ റെയ്ഡ് നടത്തുമെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു വിടൂല, അവരെ സേഫ്റ്റിയല്ലേ അവർ നോക്കുള്ളൂ. ഇപ്പൊ എന്റെ KSRTCയുടെ സേഫ്റ്റി അവർ നോക്കുള്ളൂ. അതുകൊണ്ടാണ് വെളിയിൽ നിർത്തിയിരിക്കുന്നത്. അപ്പൊ യദുവിന്റെ മാത്രമല്ല പലരുടെയും ശാപം ആര്യയുടെ തലയ്ക്ക് മുകളിൽ ഇരിക്കുന്നുണ്ട്. ആ ഒരു ധാർഷ്ട്യം, അധികാരത്തിലുണ്ടായിരുന്ന ധാർഷ്ട്യമാണ് ഇപ്പോൾ തീർത്തിരിക്കുന്നത് അല്ലെ? ഇനി അത് മുന്നോട്ട് ഉണ്ടാവുന്ന തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് ഇനി അവസാനിക്കൂല. എന്തെന്ന് വെച്ചാൽ ആ ഒരു ധാർഷ്ട്യം അവരെ ഭയങ്കരമായിട്ട് കൊടി പിടിച്ച് നിൽക്കുകയാണ്. അവരിതിലൊന്നും ഒതുങ്ങുന്ന ലക്ഷണമല്ല. പല പോസ്റ്റുകളും എല്ലാം ഇതൊന്നും കണ്ട് പേടിക്കില്ലെന്നല്ലേ പറയുന്നത്. പേടിക്കണ്ട, ജനങ്ങളെ പേടിച്ചേ പറ്റുള്ളൂ. ജനങ്ങളെ ദാസന്മാരായിട്ട് നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ജനത്തിന് മേളിൽ വരുമ്പോൾ ജനങ്ങൾ അടിച്ച് ഇരുത്തും, ഇപ്പൊ ഇരുത്തിയ പോലെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഇതുപോലെ തന്നെ എനിക്ക് വേറെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഒരു വോയിസ് വരെ എല്ലാവരും ചാനലിലൊക്കെ കാണിക്കുകയാണ്. ഒരു സ്വരാജ് എന്ന് പറയുന്ന ഒരാൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആരോപണമെന്നാണ് പറയുന്നത്. സ്വരാജ് എന്ന് പറയുന്നതാണ് KSRTC തിരുവനന്തപുരത്ത് ഇങ്ങനെ അത് ഒരു ഇലക്ഷൻ ടൈമിലാണ് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു നികൃഷ്ട ജീവിയായിട്ടുള്ള ഒരു യദു എന്ന് പറഞ്ഞ ഡ്രൈവറുണ്ട്. ആ നികൃഷ്ട ജീവി എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ആരെങ്കിലും പിടിച്ച് കടിച്ച് മറ്റേ ഈ ഭീകര ജീവിയാണ്, കടിച്ച് തിന്നു കളയുന്ന ജീവിയാണ്. അങ്ങനെ നികൃഷ്ട ജീവികൾ ഇഷ്ടം പോലെ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട്. അപ്പൊ നികൃഷ്ട ജീവിയായിട്ടുള്ള ഒരു ഡ്രൈവർ, KSRTC ഡ്രൈവർ മേയർ എങ്ങും കാണിച്ചിരുന്നു. അവനെതിരെ ആണെങ്കിൽ പറയാം, ഈ മൈക്കിൽ കൂടെ പോലും അവന്റെ പേര് പറയാൻ പറ്റില്ല. അതായത് KSRTC ബസ്സിൽ ഇവർ എത്രയേ ബസ്സിൽ ചിലപ്പോൾ ഇവരച്ഛനും അല്ലെങ്കിൽ ബന്ധുക്കളിൽ ആരെങ്കിലും ഒക്കെ ജോലി ചെയ്തതല്ലേ. നമ്മൾ ആരെയും പഠിച്ചും ജനങ്ങളെ പൈസ കൊണ്ടല്ലല്ലോ നമ്മൾ അന്തസ്സായിട്ട് ജോലി ചെയ്ത് നമ്മൾ രാവും പകലും ഒക്കെ ആക്കി ഉറക്കവും കളഞ്ഞാണ് വണ്ടി ഓടുന്നത്. നമ്മൾ ജോലിക്കാരെന്ന് പറയുമ്പോൾ അടിമകളെന്നുള്ള രീതിയിലല്ലല്ലോ. അപ്പോൾ അടിമ സമ്പ്രദായമൊക്കെ അന്ന് രാജഭരണത്തിലെ തീർന്നു കഴിഞ്ഞു. ഇപ്പൊ ജനാധിപത്യ രാജ്യമില്ലേ. ഇപ്പൊ എന്തായാലും ഇനി അടുത്ത അതെ തീർച്ചയായിട്ടും. അപ്പൊ ഇനിയുള്ള ഈ രണ്ട് പാർട്ടികളുടെ ഇപ്പോ BJPയുടെയും UDFന്റെയും സഹായം, ഏതെങ്കിലും പാർട്ടിയുടെ സഹായം ഈ ഒരു കേസിന് സ്വീകരിക്കുമോ? സ്വീകരിക്കാറുണ്ട്. നമുക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നാണ് എനിക്ക് താല്പര്യം. എന്നുവെച്ചാൽ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പാർട്ടിക്കാരോട് ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റൂല. ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് വേണം. ആവശ്യപ്പെടുന്നുണ്ടോ? ഞാൻ എല്ലാവരുടെ അടുത്തും ആവശ്യപ്പെടുന്നുണ്ട്. സതീശൻ സാറിനെ കണ്ട് എൻ്റെ എല്ലാ ഡീറ്റെയിലും കൊടുത്തതാണ്. പിന്നെ സുരേഷ് ഗോപി സാറിനെ കണ്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ കൊടുത്തില്ല. എന്ന് വെച്ചാൽ അപ്പോഴാ കേസും കാര്യങ്ങളുമായിട്ട് നടന്നുകൊണ്ട് ഇതുവരെയ്ക്കും കൊടുത്തിട്ടില്ല. എല്ലാവരും വഴി അറിയിച്ചിട്ടുണ്ട് ആളെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയം തന്നെയാണ് KSRTC ഡ്രൈവർ യദു അനുഭവിച്ചത്. അപ്പൊ അതിന് ന്യായമായൊരു വിധി വേണമെന്ന് തന്നെയാണ് കേരളക്കാരായുള്ള ജനങ്ങൾ എന്തായാലും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ UDFും അതുപോലെ തന്നെ BJPയും ഇപ്പോൾ അധികാരത്തിൽ വരുവാണെങ്കിൽ എന്തായാലും ഇതിന് തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ ഒരു കൊട്ട് കൊടുത്തുകൊണ്ട് അവർ അധികാരത്തിലേക്ക് വരട്ടെ എന്ന് യദു വിചാരിക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ട്. എന്നുവെച്ചാൽ അവരെന്നെ സപ്പോർട്ട് ചെയ്യണമെന്നല്ല, ന്യായമായിട്ടുള്ള കാര്യത്തിൽ എന്റെ ഭാഗത്ത് നീതികേടോ അന്യായമോ ഉണ്ടെങ്കിൽ അവർക്ക് എന്റെ കാര്യത്തിൽ പറയാം. പക്ഷെ എന്റെ കാര്യത്തിൽ നീതി ഉണ്ടെങ്കിൽ എന്റെ കൂടെ നിൽക്കണമെന്നേ എനിക്ക് അഭ്യർത്ഥിക്കാവുള്ളൂ. തീർച്ചയായിട്ടും യദുവിന് ന്യായമായ ഒരു വിധി വരട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു വിധി വരട്ടെ.